നിങ്ങൾ പറയുന്നത് KPCC നിയോഗിച്ച രണ്ട് സമിതി, രണ്ടംഗ സമിതി, ആ സമിതിയെ ഉണ്ണിത്താൻ ഹൈജാക്ക് ചെയ്തു എന്നാണ്. ഹൈജാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അതിനകത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം നിയാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അവർ നീലേശ്വരത്ത് വണ്ടി ഇറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ പണ്ട് കാളിദാസ മഹാകവിയുടെ പേനയിൽ രാജാക്കന്മാർ മഷി ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഉണ്ണിത്താൻ ഒഴിച്ചു കൊടുത്ത മഷി കൊണ്ടാണ് നിയാസ് അന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മീഷൻ വന്ന ഉടനെ പറയോ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്? പറഞ്ഞില്ലേ നിങ്ങളോടൊന്ന്? പറഞ്ഞു. അതിനുശേഷം കോഴിക്കോട്ടേക്ക് എന്നെ വിളിപ്പിച്ചു. ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാത്തതിൻ്റെ പേരിൽ കോഴിക്കോട്ട് വിളിപ്പിച്ചു. കോഴിക്കോട്ട് പോയപ്പോൾ സുബ്രഹ്മണ്യൻ ഒന്നും സംസാരിച്ചില്ല. നിയാസ് എന്നോട് പറഞ്ഞു, KPCC സെക്രട്ടറി സ്ഥാനം ഇപ്പം രാജിവെച്ചാൽ നിനക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ രക്തസാക്ഷികൾ, ഞങ്ങളുടെ മക്കൾ, ആ മക്കൾക്കെതിരായി ഒരു തെറ്റ് ചെയ്തു എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ധാർമ്മികത ഏറ്റെടുക്കേണ്ടി വന്നാൽ പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ആ അർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് KPCC ഇന്നലെ TU രാധാകൃഷ്ണൻ എന്നെ വിളിച്ചു, സംഘടനാ ചുമതലയുള്ള KPCC സെക്രട്ടറി. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, KPCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാൽ നടപടിയിൽ നിന്ന് ഒഴിവാകും. ഞാൻ പറഞ്ഞു, നിങ്ങൾ നടപടി എടുക്കണം. കാരണം നടപടി എടുത്താൽ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താനെ തുറന്നു കാട്ടാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഞങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പറഞ്ഞത് വെളിച്ച വിപ്ലവം കാസർഗോഡിന് സമ്മാനിച്ച രാജകുമാരൻ എന്ന് ചർച്ചയിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്. പിന്നീടാണ് അറിയുന്നത് 236 ഹൈമാക്സ് ലൈറ്റുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഫണ്ട്, കാസർഗോഡ് ജില്ലയ്ക്ക് കിട്ടിയ ടോട്ടൽ ഫണ്ടിൻ്റെ 70% ഓഫ് ദ ടോട്ടൽ ഫണ്ട് ഹി അലോട്ടഡ് ടു ദിസ് പർട്ടിക്കുലർ പ്രോജക്ട്സ്. എന്താ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത? ഒരു ഹൈമാക്സ് ലൈറ്റ് കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടും. നിങ്ങൾ അന്വേഷിക്കണം. അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ. ഞാൻ തെളിയിക്കും ഹൈമാക്സ് ഇടപാടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർഗോഡ് നടത്തിയ അഴിമതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡീസൽ അടിക്കാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 1 രൂപ പിരിച്ചിട്ടില്ലാന്ന്. അദ്ദേഹം പണം പിരിച്ച ആളുകൾ, ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും പണം പിരിച്ച ആളുകളുടെ ലിസ്റ്റ് ഈ കാസർഗോഡ് ജില്ലയിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയെ കറന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിലെ ആളുകളെ അദ്ദേഹം പ്രത്യേക രീതിയിൽ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പദവിയുണ്ടല്ലോ, ഏത് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് ഉണ്ണിത്താൻ എന്ന് ചേർക്കാതെ ആരെങ്കിലും വിളിച്ചു പോയാൽ വലിയ പ്രശ്നമാണെന്ന് എന്നോടൊരു KPCC ലീഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അത് മനസ്സിൽ സൂക്ഷിച്ച് കാസർഗോഡിൻ്റെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുകളിൽ ഒരു കാർമേഘമായി നിറഞ്ഞു നിൽക്കുകയാണ് ഉണ്ണിത്താൻ. അതിൻ്റെ ആദ്യ ചുവടാണ് ഞങ്ങളെപ്പോലെ ഈ പ്രസ്ഥാനത്തിന് ചോര നീരാക്കിയ പ്രവർത്തകന്മാരെ പുറത്താക്കിയത്. ഈ നിൽക്കുന്ന ആൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്. ഇന്ന് അദ്ദേഹത്തിന് റവന്യൂ റിക്കവറി വന്നിട്ടുണ്ട്, ഇല്ലേ? റവന്യൂ റിക്കവറി വന്നിട്ടുണ്ട്. അതായത് ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ കോടതിയിൽ അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള റവന്യൂ റിക്കവറി ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. T ചവണിയൻ എന്ന് പറയുന്ന മറ്റൊരു സാധാരണ പ്രവർത്തകൻ, വീട്ടിലിപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു പ്രവർത്തകൻ. അവർ MP വിളിച്ചപ്പോൾ MP പൊട്ടിത്തെറിച്ചു തെറി പറഞ്ഞു. ഇദ്ദേഹം 25 വർഷക്കാലം പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ജീവിച്ചൊരു മനുഷ്യനാണ്. ഇന്ന് പെരിയ പ്രാഥമിക സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് പദവി മരണാനന്തരം ഒരു ബഹുമതി കിട്ടിയ ആളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, വിജിലൻസ് കേസ്. ആ വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളുടെ മകളുണ്ട് ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇതിനകത്ത്. അവരെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആക്കാൻ ഉള്ള നടപടികളാണ് ഇപ്പോൾ ഈ നടപടിക്ക് പിന്നിൽ ഇദ്ദേഹത്തിനെതിരെയുള്ളത്. ശ്രീ രാജേട്ടൻ ഉത്തരമലബാറിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. 145ഓളം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം കോൺഗ്രസ്സുകാർക്ക് മാത്രം വാടക കൊടുക്കാൻ പറ്റും എന്ന് എഴുതി വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അപ്പോൾ വളരെ എന്താ പറയുന്നത്, ഒരു നിർമ്മലമായിട്ടുള്ള ഒരു നോർമലായിട്ടുള്ളൊരു കേസിനെ പറഞ്ഞ് പെരുപ്പിച്ച് അതിൻ്റെ പേരിൽ നടപടിയെടുപ്പിച്ച് ഈ കാസർഗോട്ട് ഒരു അശ്വമേധം നടത്താം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ അശ്വമേധത്തെ പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് നാളെ മുതൽ ഞങ്ങളുടെ അന്വേഷണം.